ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് നോക്കാം. നമ്മൾ സാധാരണ പല ആപ്ലിക്കേഷൻസും നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടല്ലേ, എന്നിട്ടല്ലേ നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൽ ഈ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനെ യൂട്ടിലിറ്റീസ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസിനെ ക്രിയേറ്റ് ചെയ്യുകയും കോൺഫിഗർ ചെയ്യുകയും കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു ഓൺലൈനിലായിട്ട്. ഇനി എന്താണ് ക്ലൗഡ് എന്ന് പറയുന്നത്? ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ആകാം, ഇൻ്റർനെറ്റ് ആവാം. അപ്പോൾ ക്ലൗഡ് എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആകാം. അത് റിമോട്ട് ലൊക്കേഷനിൽ പ്രസൻറ്റ് ചെയ്യുന്നു. പബ്ലിക്കും പ്രൈവറ്റ് നെറ്റ്വർക്ക്സിലും ക്ലൗഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഈ വാൻ, ലാൻ, VPN പോലുള്ളവയ്ക്ക്. അപ്പോൾ ഈ ഇമെയിൽ, വെബ് കോൺഫറൻസിങ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവയൊക്കെ ക്ലൗഡിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇനി എന്താണ് ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ റിമോട്ട് ലൊക്കേഷൻസിൽ കുറേ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർ റിസോഴ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക, കോൺഫിഗർ ചെയ്യുക, ആക്സസ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടുള്ള ഡേറ്റ സ്റ്റോറേജ്, ഇൻഫ്രാസ്ട്രക്ചർ, ആപ്ലിക്കേഷൻസ് ഇവയെല്ലാം ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഈ ഫിഗറിൽ കണ്ടില്ലേ, ഇത് ക്ലൗഡാണ്. ഇവിടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, കുറേ ക്ലയൻസുകളുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ക്ലൗഡ് മോഡലിന് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫിഗറാണിത് എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം നമ്മുടെ PC-യിൽ നമ്മൾ ലോക്കലായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി ഓഫർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ് നമ്മുടെ ബിസിനസ് ആപ്ലിക്കേഷൻസ് മൊബൈലും കൊളാബറേറ്റീവും ആക്കുന്നു. നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ്സുകളെ കുറിച്ച് പഠിക്കാം ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പലതരത്തിലുള്ള സർവീസസും മോഡൽസും ഒക്കെ ഇതിൻ്റെ പിന്നിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ. അത് എൻഡ് യൂസേഴ്സിന് ഫീസിബിളും ആക്സസിബിളുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ വർക്കിംഗ് മോഡൽസ് എന്ന് നോക്കാം. മെയിൻലി രണ്ട് തരത്തിലുള്ള വർക്കിംഗ് മോഡൽസ് ഉണ്ട്. ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ് എന്നും അതുപോലെ സർവീസ് മോഡൽസ് എന്നും. അപ്പോൾ ഈ ഡിപ്ലോയ്മെൻറ്റ് മോഡൽസിൽ വന്ന ഓരോ കമ്പോണൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ടൈപ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് മോഡൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ആൻസേഴ്സാണ്. ഇനി ലേയേഴ്സ് ഓഫ് ക്ലൗഡ് മോഡൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സർവീസ് മോഡൽസിൻ്റെ കമ്പോണൻസ് എഴുതാം. ഓക്കെ, ഇനി ഇപ്പോൾ ഡിപ്ലോയിൻറ്റ് മോഡൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ് എന്ന് പറയുമ്പം ഇവിടെ ആ ക്ലൗഡിലുള്ള ടൈപ്പ് ഓഫ് ആക്സസിനെ ഡിഫൈൻ ചെയ്യുന്നു. അതായത് ഹൗ ദ ക്ലൗഡ് ഈസ് ലൊക്കേറ്റഡ്, ഈ ക്ലൗഡ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലൗഡിന് 4 ടൈപ്പ് ഓഫ് ആക്സസ് ഉണ്ട്: പബ്ലിക്, പ്രൈവറ്റ്, ഹൈബ്രിഡ്, കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് ഈസ് നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. പബ്ലിക് ക്ലൗഡ്. അപ്പോൾ ഒരു ജനറൽ പബ്ലിക്കിന് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റംസും സർവീസുകളും ഒക്കെ ഈസിലി ആക്സസിബിൾ ആണ്. പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത് ലെസ് സെക്യൂർ ആണ്. കാരണം ഒരുപാട് ജനറൽ പബ്ലിക്കിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ ഓപ്പൺനെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പറ്റും, അപ്പം ലെസ് സെക്യൂർ ആകത്തുള്ളൂ. പ്രൈവറ്റ് ക്ലൗഡ്, ഇതെന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിലുള്ള അവർക്ക് ഈ സിസ്റ്റം ആൻഡ് സർവീസുകൾ ആക്സസിബിൾ ആണ്. അപ്പോൾ ഇത് പ്രൈവറ്റ് നേച്ചർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സെക്യൂറുമാണ്. നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിറ്റി മോഡൽ. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസിന്
സിസ്റ്റവും സർവീസുകളും ഒക്കെ accessible ആകുന്നു. അതാണ് കമ്മ്യൂണിറ്റി ക്ലൗഡിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഇസ് ഹൈബ്രിഡ് ക്ലൗഡ്. ഇതെന്ന് പറയുന്നത് പബ്ലിക്കും പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും ഒരു മിക്സ്ചറാണ്. ഇവിടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് കൂടുതൽ സെക്യൂരിറ്റി വേണ്ട ആക്ടിവിറ്റീസ്, അതെല്ലാം പ്രൈവറ്റ് ക്ലൗഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ലേ, അത് പബ്ലിക് ക്ലൗഡിലും എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് സർവീസ് മോഡൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് സർവീസ് മോഡൽസിനെ ബേസ് ചെയ്തിട്ടാണ്. മെയിൻലി 3 ബേസിക് സർവീസ് മോഡൽസ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പോൾ മറ്റൊരു സർവീസ് മോഡലുണ്ട്, എനിത്തിങ് ആസ് എ സർവീസ്, XaaS. അപ്പോൾ ഇതിനകത്ത് നെറ്റ്വർക്ക് ആസ് എ സർവീസ്, ബിസിനസ് ആസ് എ സർവീസ്, ഐഡൻറ്റിറ്റി ആസ് എ സർവീസ്, ഡേറ്റാബേസ് ആസ് എ സർവീസ് ആൻഡ് സ്ട്രാറ്റജി ആസ് എ സർവീസ് എന്നൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ലെവൽ ഓഫ് സർവീസ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഓരോ സർവീസ് മോഡൽസും ഇൻഹെർട്ട് ചെയ്യുന്നു അണ്ടർലൈങ് മോഡലിൽ നിന്നും സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലൗഡ് ക്ലയൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ, പ്ലാറ്റ്ഫോം, ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്? അതായത് ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റിസോഴ്സുകളില്ലേ, അവയ്ക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഫിസിക്കൽ മെഷീൻസ്, വിർച്വൽ മെഷീൻസ്, വിർച്വൽ സ്റ്റോറേജ്, അതൊക്കെയാണ് ഉദാഹരണം. ഇനി പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ ആപ്ലിക്കേഷൻസിന്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾസിനൊക്കെ ആയിട്ട്. ഇനി സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇതെന്ന് പറയുന്നത് അലോ ചെയ്യുന്നു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെ സർവീസുകളായിട്ട് യൂസ് ചെയ്യാൻ, ആർക്ക് എൻഡ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചൊരു ഓവർവ്യൂ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.